കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ദർ ആർ സർട്ടൻ നമ്പർ ഓഫ് ബോക്സസ് ദാറ്റ് ആർ പ്ലേസ്ഡ് ഇൻ എ സ്റ്റാക്ക് ഓവർ വൺ അനദർ. ഓക്കെ, എത്രയാണ് നമ്പർ ഓഫ് ബോക്സസ് ഒന്നിന് മേളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എച്ച് ഇസ് പ്ലേസ്ഡ് അറ്റ് എ സെക്കൻഡ് പൊസിഷൻ എബോവ് ബി. ഓക്കെ, നമുക്ക് ഹിൻറ്റുകൾ തന്നു തുടങ്ങിയേക്കുക. അപ്പോൾ ഹിൻറ്റുകൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഞാനത് പറയാൻ വിട്ടുമായിരുന്നു. അതായത് നമ്മളൊരു ഹിൻറ്റ് വായിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത ഹിൻറ്റുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചേക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണ് അടുത്ത് പറഞ്ഞേക്കുന്നതെന്ന്. അത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. നോക്കുക, എച്ച് ഇസ് പ്ലേസ്ഡ് അറ്റ് എ സെക്കൻഡ് പൊസിഷൻ എബോവ് ബി. ബിയുടെ മുകളിൽ സെക്കൻഡ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. 3 ബോക്സ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ബി ആൻഡ് എം. ബിക്കും എമ്മിനിടയ്ക്ക് 3 പേരുണ്ട്. അപ്പോൾ എം ഒന്നെങ്കിലും മേളിൽ വരും അല്ലെങ്കിൽ താഴെ വരും. അടുത്ത ഹിൻറ്റ് നോക്കി, എം ഈസ് നോട്ട് പ്ലേസ്ഡ് എബോവ് ബി. ബിയുടെ മേളിൽ എം വരത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഹിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് തൊട്ടടുത്ത് തന്നേക്കുന്നത്. അപ്പോൾ ഇത് തന്നേക്കുന്നതുകൊണ്ട് നോക്കാം, എമ്മിൻ്റെ പോസിബിലിറ്റി എടുക്കലങ്ങ് ഒഴിവായില്ലേ. അപ്പോൾ എം മേളിൽ വരത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ എം താഴെ ആയിരിക്കും. ബിക്കും എമ്മിനിടയ്ക്ക് 3 പേര്. ബി കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് എം. നോട്ട് മോർ ദാൻ 1 ബോക്സ് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എം ആൻഡ് ഡി. എമ്മിന് ഡിക്കും ഇടയ്ക്കും നോട്ട് മോർ ദാൻ 1, അതായത് അവരുടെ ഇടയ്ക്ക് മാക്സിമം 1 വരാൻ പാടുള്ളൂ. അപ്പോൾ എം ഡി അവരുടെ ഇടയ്ക്ക് കൂടിപ്പോയി 1 അല്ലെങ്കിൽ 0. മിനിമം 4 ബോക്സ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബിക്കും ഡിക്കും ഇടയ്ക്കും മിനിമം 4 പേര്. അപ്പോൾ ഡി ഇവിടെ, ബിക്കും ഡിക്കും ഇടയ്ക്കും മിനിമം 4 പേര്. അപ്പോൾ 4, 5, 6 അങ്ങനെ എത്ര പേര് വേണമെങ്കിലും വരാം. എം, ഡി, ബി. നമ്പർ ഓഫ് ബോക്സ് ബിറ്റ്വീൻ എച്ച് ആൻഡ് എൻ ഇസ് സെയിം എസ് നമ്പർ ഓഫ് ബോക്സ് ബിറ്റ്വീൻ എച്ച് ആൻഡ് എം. എച്ചിനും എന്നിനും ഇടയ്ക്കുള്ള അത്രയും തന്നെ എച്ചിനും എമ്മിനും ഇടയ്ക്കുണ്ട്. ഇവിടെ ഓൾറെഡി എച്ചും എമ്മും കിടപ്പുണ്ട്. ഇവിടേക്ക് എത്ര പേരുണ്ട്? 1, 2, 3, 4, 5 പേരുണ്ട്. അപ്പോൾ എച്ചിനും എന്നിനും ഇടയ്ക്കും 5 പേര്. എൻ എന്തായാലും ഇനി താഴെ ഇടാൻ പറ്റത്തില്ലല്ലോ, കാരണം 5 പേര് കഴിഞ്ഞിട്ട് എൻ ഇട്ട് കഴിഞ്ഞാൽ എമ്മും എന്നും ഒരിടത്ത് വരും. അപ്പം മേളിൽ 1, 2, 3, 4, 5 കഴിഞ്ഞിട്ട് എൻ. സി ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിലോ ഇസഡ്. 4 ബോക്സ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് സി. ഓക്കെ, അവിടെ പിന്നെ പോകും. എക്സ് ഇസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിലോ ഇസഡ്. ഇസഡിൻ്റെ തൊട്ട് താഴെയാണ് സി ഇരിക്കുന്നത്. സി ഇസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിലോ ഇസഡ്. 4 ബോക്സ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് സി. എക്സിനും സിക്കും ഇടയ്ക്ക് 4 ബോക്സ് ഉണ്ട്. ഇൻ വെച്ച് എക്സ് ഇസ് പ്ലേസ്ഡ് എബോ എൻ. എന്നിൻ്റെ മേളിലാണ് എക്സ് വരുന്നത്. ഓക്കെ, 1 ബോക്സ് ക്യാൻ ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എൻ. എക്സിനും എന്നിനും ഇടയ്ക്ക് 1 ബോക്സ് ഇടാൻ പറ്റും. ഓക്കെ, ടി ഈസ് പ്ലേസ്ഡ് എക്സാക്ട്ലി ബിറ്റ്വീൻ ബി ആൻഡ് എം. ബിക്കും എമ്മിനും കറക്റ്റ് നടുക്കാണ് ടി ഇരിക്കുന്നത്. ഇവിടെ നോക്കി, ബിയും എമ്മും ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ ടി അവരുടെ ഇടയ്ക്ക്. അപ്പോൾ ടി എവിടെ വരും? ഇവിടെ വരും. അറ്റ്ലീസ്റ്റ് 3 ബോക്സ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടി ആൻഡ് ഡി. ടിക്കും ഡിക്കും ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് 3 ബോക്സ് ഉണ്ട്. അപ്പോൾ ടിക്കും ഡിക്കും ഇടയ്ക്കും അറ്റ്ലീസ്റ്റ് 3. അപ്പോൾ കുറഞ്ഞത് 3, പിന്നെ 4, 5 അങ്ങനെ എത്ര വേണം വരാം. നോട്ട് മോർ ദാൻ 2 ബോക്സ് ആർ ബിറ്റ്വീൻ എച്ച് ആൻഡ് സി. എച്ചിന് സിക്കും ഇടയ്ക്കും നോട്ട് മോർ ദാൻ 2, മാക്സിമം 2 വരാൻ പാടുള്ളൂ. അപ്പോൾ എച്ചിന് സിക്കും ഇടയ്ക്കും മാക്സിമം 2. അപ്പോൾ 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹിൻറ്റുകൾ. ഇത് വെച്ച് വേണം നമ്മളിനി സോൾവ് ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ എൻ എച്ച് ബി എ ടി എം ഇത്ര ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹിൻറ്റ് നമ്മൾ എടുത്തായിരുന്നു. ഇനി ഇതിനകത്ത് എം, ഡി, ബി എ ടി ഉണ്ട്. ഓക്കെ, ഇത് കറക്റ്റ് ഇൻഫർമേഷൻ അല്ല, ഏകദേശം എത്ര പേരുണ്ടെന്നുള്ള ഒരു അളവ് വന്നേക്കുന്നത്, അതോടെ കിടക്കട്ടെ. ഇനി ഇസഡ്, സി, എച്ച്. ഓക്കെ, എച്ചും സിക്ക് ഇടയ്ക്ക് കൂടിപ്പോയ 2 അല്ലെങ്കിൽ 1 പിന്നെ 0. പിന്നെ ഇസഡിൻ്റെ തൊട്ട് താഴെ സി ഇരിക്കുന്നത്. അടുത്ത ഹിൻറ്റ് എന്താ? സി ഉണ്ട് 4 കഴിഞ്ഞ് എക്സ്. എക്സ് എന്നിൻ്റെ മേളിൽ 1 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നിവിടെ കിടപ്പുണ്ട്. എന്നിൻ്റെ മേളിൽ 1 കഴിഞ്ഞിട്ട് എക്സ്. എക്സിനും സിക്കും ഇടയ്ക്ക് 4 പേര്. എക്സ് കഴിഞ്ഞിട്ട് 4 പേര് കഴിഞ്ഞിട്ട് സി. അപ്പോൾ ഈ സി ഇപ്പോൾ നമ്മൾ മേളിലേക്ക് കൊണ്ടുപോയെന്ന് വിചാരിക്കുക. എക്സ് ഇഞ്ഞ് 4 ഇഞ്ച് സി മേളിൽ ഇട്ട് കഴിഞ്ഞാൽ സിക്കും എച്ചിനും ഇടയ്ക്ക് മാക്സിമം 2 പേരെ വരാൻ പാടുള്ളൂ. അപ്പോൾ അത് എണ്ണം കൂടി പോകത്തില്ലേ. അപ്പോൾ താഴെ ഇടാം. എക്സ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 കഴിഞ്ഞിട്ട് സി. ഇപ്പോൾ സിക്കും എച്ചിനും ഇടയ്ക്ക് എത്ര പേരുണ്ട്? 2 പേരല്ലേ ഉള്ളൂ. 2 പേര് വരാലോ, കുഴപ്പമില്ല. ഇനി ഇസഡിൻ്റെ തൊട്ട് താഴെ സി ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഈ ഹിൻറ്റ് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എമ്മിനും ഡിക്കും ഇടയ്ക്കും കൂടിപ്പോയ ഒരാൾ അല്ലെങ്കിൽ ഒരാളും കാണരുത്. അപ്പോൾ എം ഇവിടെ. ഇനി ഡിക്കും ബിക്കും ഇടയ്ക്കും മിനിമം 4 പേര് വേണം. ഡിക്കും ടിക്കും ഇടയ്ക്കും മിനിമം 3 പേര് വേണം. ഓക്കെ, ഞാനിപ്പോൾ എമ്മിൻ്റെ അടുത്ത് ഇവിടെ ഡി ഇട്ടു എന്ന് വിചാരിക്കാം. ഇവിടെ ഡി ഇട്ട് കഴിഞ്ഞാൽ ടിക്കും ഡിക്കും ഇടയ്ക്ക് മിനിമം 3 പേര് വേണം. മിനിമം 3 പേരുണ്ടോ? ഇല്ല. പിന്നെ ബിക്കും ഡിക്കും ഇടയ്ക്ക് മിനിമം 4 പേര് വേണം. അപ്പോൾ ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഡി ഉറപ്പായിട്ടും ഇവിടെ വരത്തില്ല.
ഡി ഇവിടെ ഇട്ട് കഴിഞ്ഞാലോ ടിക്കും ഡിക്കും ഇടയ്ക്കും ഇപ്പോൾ 2 പേരേ ഉള്ളൂ, അത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഡി ഇട്ടാലോ ഇപ്പോൾ എമ്മിന് ഡിക്കും ഇടയ്ക്ക് ഒരാളായി, അപ്പോൾ മാക്സിമം ഇത്ര പോകാൻ പറ്റത്തുള്ളൂ. ഇനി ടിക്കും ഡിക്കും ഇടയ്ക്ക് എത്ര പേരുണ്ട്? 1 2 3, മിനിമം 3 പേരാണെന്നല്ലോ പറഞ്ഞേക്കുന്നത്, അത് ഓക്കെ. ഇനി ബിക്കും ഡിക്കും ഇടയ്ക്ക് മിനിമം 4 പേര് വേണം. അപ്പോൾ നോക്കി 1 2 3 4 5 പേരായി, അപ്പോൾ ഓക്കെ ആയല്ലോ. ഇനി വേറെ എന്തെങ്കിലും ഹിൻ്റ് എടുക്കാനുണ്ടോ? ഈ ഹിൻ്റ് മൊത്തം എടുത്തു, ഈ ഹിൻ്റ് മൊത്തം എടുത്തു, ഇതും എടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എക്സ്, അതിൻ്റെ താഴെ എൻ, എൻ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഇസഡ്, ഇസഡിൻ്റെ താഴെ സി, സി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എച്ച്, എച്ച് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി, ബി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ടി, ടി 1 കഴിഞ്ഞിട്ട് എം, എം കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഡി. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആയി എങ്ങനെ ചെയ്തെന്നാൽ അടുത്തതിലേക്ക് പോകും. 7 people live in an 8 story building. ഒരു 8 നില കെട്ടിടത്ത് 7 പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലോർ എന്തായാലും വേക്കൻ്റ് ഉണ്ടാവും. ഓൺലി 1 person live in each floor. ഒരു ഫ്ലോറിൽ ഒരാൾ താമസിക്കുന്നുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോർ ഇസ് നമ്പേർഡ് 1 ആൻഡ് ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ഇസ് നമ്പേർഡ് 8. ഏറ്റവും താഴത്തെ നില 1ഉം ഏറ്റവും മേലത്തെ നില 8ഉം. അപ്പോൾ ഏറ്റവും മേലത്തെ 8, പിന്നെ 7 6 5 4 3 2 1. ഓക്കെ, ഇനി ഹിൻറ്റുകൾ. 1 of the floor is vacant. ഓക്കെ, there are 6 floor between ടി ആൻഡ് ഡബ്ല്യു. ടിക്കും ഡബ്ല്യുവിനിടയ്ക്കും 6 ഫ്ലോർ ഉണ്ട്. അപ്പോൾ ഇവിടെ 1 8 1നും 8നും ഇടയ്ക്ക് 6 ഫ്ലോറല്ലേ ഉള്ളത്. നോക്കി, ഇപ്പോൾ ടി നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6, ഡബ്ല്യു ഇവിടെ. ടി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 കഴിഞ്ഞിട്ട് ഡബ്ല്യു ഇവിടെ. ഇത് നമുക്ക് വട്ടത്തിലിടാം. 3 people live between എഫ് ആൻഡ് ടി. എഫിന് ടിക്കും ഇടയ്ക്ക് 3 പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ ടി കഴിഞ്ഞിട്ട് 1 2 3 കഴിഞ്ഞിട്ട് എഫ് ഇവിടെ, ടി കഴിഞ്ഞിട്ട് 1 2 3 കഴിഞ്ഞിട്ട് എഫ് ഇവിടെ. എഫ് ഡസ് നോട്ട് ലിവ് ഇൻ ആൻ ഈവൻ നമ്പർ ഫ്ലോർ. എഫ് ഈവൻ നമ്പറിൽ വരത്തില്ല. അപ്പോൾ നോക്കി, നമ്മൾ ഈ ഹിൻറ്റ് നോക്കിയിട്ട് ഇതൊന്ന് കണ്ണ് ഓടിച്ചായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായാലും എഫ് ഈവനേ വരത്തില്ലെന്ന്. അപ്പോൾ ഈ ഹിൻറ്റ് എഴുതുന്ന അങ്ങ് ഒഴിവാക്കായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് തെറ്റാണ്, ഇത് വരത്തില്ല. ഇനി ഇവിടെ പറയുന്നത് 3 people live between എഫ് ആൻഡ് ടി എന്ന്. അതായത് എഫിന് ടി കടയും 3 പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ എഫിന് ടി കടയ്ക്ക് 3 പേരുണ്ട്. അപ്പോൾ വേക്കൻറ്റ് ഫ്ലോർ ഇവിടെ ഒന്നും വരത്തില്ല. അപ്പോൾ വേക്കൻറ്റ് ഫ്ലോർ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ വേക്കൻറ്റ് ഫ്ലോർ വരുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഹിൻറ്റുകൾ 3 person live between എന്നാണോ പറയുന്നത്, അതോ 3 floor between എന്നാണോ പറയുന്നതെന്ന് കാര്യം ശ്രദ്ധിച്ച് വെക്കുക. ഇനി എസ് ലിവ്സ് ബിലോ എഫ് ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി. എഫിൻ്റെ അടിയിലാണ് എസ് വരുന്നത്, പക്ഷേ തൊട്ടടിയെ വരത്തില്ല. അപ്പോൾ എസ് ഒന്നുകിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. ഇനി 2 people live between എച്ച് ആൻഡ് എസ്. എച്ചിനും എസ്സിനും ഇടയ്ക്കും 2 പേര് താമസിക്കുന്നുണ്ട്. എച്ച് ഡസ് നോട്ട് ലിവ് ഇൻ ആൻ ഈവൻ നമ്പർ ഫ്ലോർ. എച്ച് ഈവനേ വരത്തില്ല. അപ്പോൾ എച്ച് ഓടിലേ വരത്തുള്ളൂ. കെ ലിവ്സ് ബിലോ യു. യുവിൻ്റെ അടിയിലാണ് കെ വരുന്നത്. അപ്പോൾ യുവിൻ്റെ അടിയിൽ കെ. ഇത്രയാണ് നമ്മുടെ ഹിൻറ്റുകൾ. ഇനി നോക്കാം. ഇനി നമുക്ക് എസ് അല്ല ഇടാനുള്ളത്. ഇപ്പോൾ എസ് ഇവിടെയാണെങ്കിൽ എസ് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എച്ച്, എസ് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എച്ച് ഇവിടെ ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എസ് ഇവിടെയല്ല. ഇനി എസ് ഇവിടെയാണെന്നുള്ള കാര്യം ഉറപ്പായി. ഇനി എസ് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എച്ച് ഓടിലേ വരത്തുള്ളൂ. അപ്പോൾ എച്ച് ഇവിടെ വരത്തില്ല. ഇനി എച്ച് ഞാനിപ്പോൾ മേളിൽ എനിക്ക് വേണമെങ്കിൽ ഇടാം. കാരണം എന്താ പറയട്ടെ, എസ്സിനും എച്ചിനും ഇടയ്ക്ക് 2 പേര് താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് വേക്കൻറ്റും ഇവിടെ ഒരാളും ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ സംഭവം ശരിയല്ലേ? എസ്സിനും എച്ചിനും ഇടയ്ക്ക് 2 പേര് താമസിക്കുന്നു. ഇവിടെ ഒരു ഫ്ലോർ വേക്കൻറ്റ്. ശരിയല്ലോ? എച്ച് ഓടിലും വന്നു. മനസ്സിലായി എങ്ങനെ ചെയ്തതെന്ന്? ഇനി നമുക്ക് എന്താ ഇടാനുള്ളത്? യുവിൻ്റെ അടിയിലാണ് കെ വരുന്നത്. ഇവിടെ ഒന്നും യു വരത്തില്ല, ഇവിടെ യു വരത്തില്ല, ഇവിടെ യു, ഇവിടെ കെ. ക്ലിയർ ആയോ? അപ്പോൾ മേളിൽ ഡബ്ല്യു, താഴെ എച്ച്, എച്ചിൻ്റെ അടിയിൽ വേക്കൻറ്റ്, പിന്നെ എഫ്, പിന്നെ യു, പിന്നെ എസ്, പിന്നെ കെ, അത് കഴിഞ്ഞിട്ട് ടി. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആയോ എങ്ങനെ ചെയ്തതെന്ന്? അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ഈ വേക്കൻറ്റ് ഫ്ലോർ എവിടെയാണെന്ന് കൃത്യമായി പറയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ ഹിൻറ്റുകൾ നോക്കുമ്പോൾ ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ഫ്ലോറാണോ ഉള്ളത്, അതോ ആൾക്കാരുടെ ഇടയ്ക്ക് ആൾക്കാർ തന്നെയാണോ താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് 2 ബസ്സിലേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ പഠിക്കാം.